നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിലെ വാസ്തുഭവനത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചത് ഞാൻ ചെയ്ത ഒരു കേരളീയ തനിമയുള്ള ഒരു 4 കെട്ട് വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2017 ഞാൻ പൂർത്തിയാക്കിയ ഒരു മോഡേൺ ശൈലിയിലുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് വാസ്തുവിദ്യ അനുസരിച്ച് ചെയ്ത ഒരു ആധുനിക രീതിയിലുള്ള ഒരു നിർമ്മാണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കണക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഞാൻ ഓരോ നിർമ്മാണവും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. ഞാൻ അനേകം വീടുകൾ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പ്ലാൻ വരച്ചു കൊടുക്കുകയും അതോടൊപ്പം അതിൻ്റെ കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുകയും കൂടാതെ സ്വന്തമായിട്ട് ആ നിർമ്മാണം ഏറ്റെടുത്ത് അതിൻ്റെ പ്ലാൻ മുതൽ ലാൻഡ്സ്കേപ്പിംഗ് വരെ ചെയ്തു കൊടുക്കുന്ന വീടുകളാണ് ഞാൻ കൂടുതലും കാണിക്കുന്നത്. ഇതുവരെ ഞാൻ വീടും പ്ലാനും എന്നുള്ള അതിൽ കാണിച്ചിരിക്കുന്നതല്ല തന്നെ അത്തരത്തിലുള്ള വീടുകളാണ്. അപ്പോൾ ഈ വീടിൻ്റെ നമ്മൾ പരിചയപ്പെടുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ആ ഒരു വീട് അത് എങ്ങനെയാണ് വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള കണക്കുകളും അതിൻ്റെ നിർമ്മാണ ശൈലിയും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് രണ്ടും ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലും കൂടെ ഈ പ്രോഗ്രാമിൽ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീടിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് വസ്തുതകളോട് ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കാം. ഒന്ന്, ഇത് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളിൻ്റെ ഒരു വീടാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ കാണിക്കുന്നത് ഒരു വലിയ പറമ്പ്, കാരണം ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവർക്ക് റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് എന്നെ കാണിക്കുക, ഇവിടെ ഒരു വീട് പണിയണം, അവർക്ക് സ്വസ്ഥമായിട്ട് ഒരു ഗ്രാമീണ ശൈലിയിൽ എന്നാൽ ട്രഡീഷണൽ അല്ല, അവർക്ക് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഒരു നിർമ്മാണം വേണം എന്ന് പറയുകയും അതിനനുസരിച്ചിട്ടുള്ള പിന്നെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു വലിയ ഏരിയ എന്ന് പറഞ്ഞല്ലോ, ഒരു മെയിൻ റോഡിൽ നിന്ന് കുറേ ദൂരം നമുക്കൊരു നല്ല റോഡ് സ്വന്തമായിട്ട് തന്നെ വെട്ടി ആ പറമ്പിൽ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മളൊരു സ്ഥാനം കണ്ടുപിടിച്ചതിന് ശേഷം ഭൂമിയുടെ ചരിവും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമേ തന്നെ അതിനൊരു വ്യക്തതയോടുകൂടി ആദ്യം ആ പ്ലോട്ട് കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു നല്ല വീട് അവിടെ പണിയാൻ പറ്റുമോ എന്നുള്ള സംശയം വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു, ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വീട് പണിയുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ ചെയ്താൽ അത് ഏറ്റവും മനോഹരമോ ഐശ്വര്യമുള്ളൊരു വീടായിട്ട് മാറും എന്ന് ഞാൻ അവർക്ക് കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ വീട് പണിയാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. അതാണ് ആദ്യമായിട്ട് ഈ വീടിൻ്റെ വിശേഷം പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കുന്നിൻ ചരിവിലാണ്. അപ്പോൾ കുന്നിൻ ചരിവിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചരിഞ്ഞ ഒരു നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ് ഈ വസ്തു. അവിടെ ഞാൻ പോയി നോക്കിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഒരു സ്ഥാനം നോക്കി അതിനനുസരിച്ചിട്ട് ഇത് മാർക്ക് ചെയ്ത് റബ്ബറെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ പ്ലാൻ ആദ്യം തയ്യാറാക്കി അതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളും നിർമ്മാണത്തിൽ കാണേണ്ട വസ്തുതകളൊക്കെ ഞാൻ ആദ്യം തന്നെ ഒരു വ്യക്തമായ ധാരണ ആ രണ്ട് കൂട്ടരും അതിൻ്റെ വീട്ടിൻ്റെ ഉടമസ്ഥനും ഞാനും തമ്മിൽ ദീർഘമായിട്ടുള്ള ഒരു ചർച്ച ചെയ്ത് അതിൻ്റെ രീതിയിലാണ് ഈ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വീടിൻ്റെ വാസ്തുപരമായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 80 കോൽ 8 അങ്കുലം ചുറ്റളവാണ് അതിൻ്റെ പരിധിന് ചുറ്റും കണക്കാക്കിയിരിക്കുന്നത്. ദർശനം പടിഞ്ഞാറും ധ്വജയോനിയുടെ കണക്കുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട് ഇരിക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞത് നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമാക്കിയിട്ടാണ് വീട് പണിതിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ റോഡ് വന്ന് വീട്ടിലേക്ക് കയറുന്നതിൻ്റെ സൗകര്യവും അതിൻ്റെ ഭംഗിയൂടെ കാണിച്ചിട്ട് വടക്കും കൂടി ഒരു ബാൽക്കണി പോലെ ഒരു പ്രൊജക്ഷൻ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ മെയിൻ ഡോറ് പടിഞ്ഞാറാണ് അത് കാണിച്ച് അതിൻ്റെ കണക്കും കാര്യങ്ങൾ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ വാസ്തുപരമായിട്ട് നമ്മളൊരു വീടിൻ്റെ ദർശനം കണക്കാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ചുറ്റളവും ആ ചുറ്റളവിനോട് അനുബന്ധിച്ചുള്ള ഒരു കണക്കുമാണ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത്
ഒരു വീടിൻ്റെ ചുറ്റളവ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ ആദ്യം ആ വീടിൻ്റെ കണക്ക്, അതിൻ്റെ പിന്നെ ദർശനം എങ്ങോട്ടാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 80:8 ചുറ്റളവുള്ള ഒരു കണക്കാണെങ്കിൽ ദർശനം പടിഞ്ഞാറ്, പിന്നെ ദ്വിജയനിയുടെ കണക്കാണ് ആയം 6 3 വേവ് എന്ന് വെച്ചാൽ വരവിൽ കവിഞ്ഞ ഒരു ചെലവ് വരുന്ന ഒരു വീടല്ല ഉത്തമമായ കണക്ക്. നമ്മളത് വാസ്തുപരമായിട്ട് മറ്റു കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ആ വീടിൻ്റെ വാസ്തു അളവുകളാണ്. അപ്പോൾ അതുപോലെ ഞാൻ പറയുന്ന അനുസരിച്ചിട്ട് ഈ വീടിന് 2 ബെഡ്റൂമും, ഒരു വരാന്ത, ഹാള്, സ്റ്റെയർ, ഡൈനിങ്, ഒരു ഓപ്പൺ കിച്ചൺ, ഒരു വർക്ക് ഏരിയ, സ്റ്റോർ, ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ 2 ബെഡ്റൂമും ഒരു ലിവിങ് ഹാളും അതിനോടനുബന്ധിച്ച ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. വീടിൻ്റെ മുൻവശത്ത് നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു പോർട്ടിക്കോ, ഒരു കാർ പോർച്ച്, പൂമുഖം പോലെ പ്രൊജക്റ്റ് ചെയ്ത ഒരു കാർ പോർച്ച്, 2 വാഹനം ഇടത്തൊക്കെ സൗകര്യത്തിലുള്ള ഒരു പോർട്ടിക്കോയാണ് ആദ്യം കാണുന്നത്. അതിൽ തന്നെ നമ്മൾ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇത് ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് വന്ന ഒരു ഇതാണ് ഈ പർഗോള പോലെ ഇങ്ങനെ ചെറിയ ബീംസ് പ്രൊജക്റ്റ് ചെയ്ത് അതിൽ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഇവിടുത്തെ കാർ പോർച്ചിലും ഞാൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു വരാന്തയാണ്, നീളൻ വരാന്ത. ആ വരാന്തയുടെ വിട്ടെന്നുള്ളത് 2 കോൽ 10 അങ്കുലത്തിലുള്ള ഒരു കോലളവിലാണ് അതിൻ്റെ വരാന്തയുടെ വീതി നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ കാണുന്നത് മെയിൻ ഡോറാണ്. ഈ വീടിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലെയിൻ ഉള്ള ഒരു രീതിയിലുള്ള തേക്കും തടിയിൽ ചെയ്തിട്ടുള്ള മെയിൻ ഡോറ്. അത് കഴിഞ്ഞാൽ കാണുന്നത് ഓപ്പണായിട്ടുള്ള സ്റ്റെയറും ഡൈനിങ്ങും കൂടെ. ഡൈനിങ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, സ്റ്റെയർ നേരെ ഒരു കയറിയിട്ട് ഒരു സ്പൈറൽ റൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. ഈ നേരെ പറഞ്ഞ ഡൈനിങ് എന്ന് നേരെ കാണുന്നത് കിച്ചണാണ്. അത് ഓപ്പൺ ടൈപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അളവെന്ന് പറയുന്നത് 312 × 420 സെൻറ്റിമീറ്റർ. കോലിലാണെങ്കിൽ 5 കോൽ 20 അங்குലവും 4 കോൽ 8 അങ്കുലം എന്നുള്ള കണക്കാണ് കിച്ചണിന് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് ഒരു വർക്ക് ഏരിയ, ഒരു സ്റ്റോറും. പിന്നെ വരുന്നത് നമുക്ക് ഡൈനിങ് സ്പേസും. ആ ഡൈനിങ്ങിൽ നിന്ന് ഒരു ഡോറ് വടക്കോട്ട് ഇറങ്ങാനുള്ള സൗകര്യം, അവിടെ ഒരു ചെറിയ പോർട്ടിക്കോ, ഒരു ചെറിയൊരു പോർഷൻ, അങ്ങനെ അതും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ 2 ബെഡ്റൂമാണ്. അതിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് 5 കോൽ 16 അങ്കുലവും 5 കോൽ 20 അങ്കുലമുള്ള ഒരു കണക്കാണ്. അപ്പോൾ അത് മാസ്റ്റർ ബെഡ്റൂം. അതിനോടനുബന്ധിച്ച് ഒരു ഡ്രസ് ഏരിയയും ടോയ്ലറ്റ്, ആധുനിക രീതിയിലുള്ള സെപ്പറേറ്റ് ചെയ്ത ഒരു വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും ഈ മാസ്റ്റർ ബെഡ്റൂമിനോടനുബന്ധിച്ച് കാണാം. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 5 കോൽ 10 അങ്കുലം 5/18 എന്നുള്ള ഒരു കണക്കിലാണ് 390 414. അതിലും ഡ്രസ് ഏരിയയും വിത്ത് ടോയ്ലറ്റാണ് സൗകര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ ഇത്രയും സൗകര്യങ്ങൾ വാസ്തുപരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ നേരെ സ്റ്റെയർ കയറി വരുമ്പോൾ ഒത്തിരി വലുപ്പത്തിനുള്ള ഒരു ഓപ്പൺ ലിവിങ് ഹാളായിട്ട് കാണിക്കുന്നു. അതിൻ്റെ അളവാണെങ്കിൽ 648 × 414 ഒരു കണക്കാണ് അതിനകത്ത് കൊടുക്കുന്നത്. 5 കോൽ 18 അങ്കുലവും 9 കോലും ഉള്ള ഒരു ഫാമിലി ലിവിങ് സ്പേസ് കാര്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ബെഡ്റൂമാണ്. ഒന്ന് താഴെ ഉള്ളതിൻ്റെ നേരെ മുകളിൽ തന്നെ 390 × 414 എന്നുള്ള ആ ഒരു ബെഡ്റൂമും അതിൻ്റെ ഡ്രസ്സും ടോയ്ലറ്റും. രണ്ടാമത്തെ ബെഡ്റൂം താഴത്തേന്നും കുറച്ച് വ്യത്യാസപ്പെടുത്തി കുറച്ചുകൂടി വലുപ്പം കൂട്ടി ആണ് മുകളിലത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അത് 744 × 420 എന്നുള്ള ഒരു കണക്കാണ്. അതിൻ്റെ കോലളവ് പറയുകയാണെങ്കിൽ 5 കോൽ 20 അങ്കുലം 10 കോൽ 8 അങ്കുലം. അത് ഏറ്റവും വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. സാധാരണ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ പോലെ അവർക്ക് ബെഡ്റൂം വിത്ത് ചെറിയൊരു TV, അതിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറ്, ഇതെല്ലാം കൊടുത്ത് അത് കിഴക്ക് വശത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ഈ ബാൽക്കണിയിൽ ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന തരത്തിലാണ് അതിൻ്റെ നിർമ്മാണം പോയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ വീടിൻ്റെ എലിവേഷനിൽ തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും.
ഈ വീടിൻ്റെ വാസ്തുപരമായ അളവുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ അതും കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഈ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 2017 ചെയ്ത കാലഘട്ടത്തിൽ ചെയ്ത ഒരു വീടായതുകൊണ്ട് അതിൻ്റെതായ ആധുനിക രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലിനകത്ത് A to Z നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലാൻ വരച്ചത് മുതൽ അതിൻ്റെ നിർമ്മാണ ശൈലി എല്ലാം തന്നെ ഇന്നത്തെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള എൻ്റെ സ്ഥിരമായിട്ടുള്ള ട്രഡീഷണൽ അല്ല ഈ വീട്ടിനെ ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം നമുക്കൊരു വരാന്ത അതിനകത്ത് കാണുന്നുണ്ട്. ആ വരാന്ത ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ ഫ്ലോർ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു മെയിൻ ഡോർ ഫ്രണ്ടിൽ നമുക്ക് പടിഞ്ഞാറോട്ട് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു മെയിൻ ഡോറാണ് കാണുന്നത്. അതും കൊത്തുപണിയൊന്നുമില്ല. ഇതിൻ്റെ അതനുസരിച്ച് പ്ലെയിൻ ആയിട്ടുള്ള തേക്കിൻ തടിയിൽ ചെയ്ത ഒരു മെയിൻ ഡോറാണ്. മെയിൻ ഡോർ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ആ ഡ്രോയിങ് ഹാളിലേക്കാണ്. ആ ഡ്രോയിങ് ഹാളും അതോട് അനുബന്ധിച്ച് ഒരു സ്റ്റെയർ, അതിൻ്റെ ഒരു സൈഡിൽ ഡൈനിങ് ഹാൾ, ഇങ്ങനെയാണ് പൊതുവെ അതിൻ്റെ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് ഓരോന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ, ക്ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ച് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. സീലിംഗ് വർക്കുണ്ട്, ലൈറ്റ് എല്ലാം പ്രത്യേകം അതിൻ്റെതായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് നമുക്ക് അതിനും അതിൻ്റെ അറേഞ്ച്മെൻറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് അതിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ. അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഒരു കർവ്ഡ് ഷേപ്പിൽ അങ്ങ് കയറി പോവുകയാണ്. അത് ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ ആണ്. അപ്പോൾ അതും ഈ വീട്ടിന് നമുക്ക് ഒരു യോജിച്ച ഒരു രീതിയിലുള്ള സ്റ്റെയർ ആണ് അവിടെയും കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ ലിവിങ് സ്പേസ്, 2 ബെഡ്റൂം, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻറ്റീരിയർ പോകുമ്പോൾ കാണുന്നത്. ഇനി താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മൾ ഇൻറ്റീരിയർ പറയുമ്പോൾ അതിൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കിച്ചണാണ്. ഓപ്പൺ സ്റ്റൈലിലുള്ള ഒരു കിച്ചണാണ്. ആ കിച്ചണും അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുത്ത് അതിൽ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ വീടിൻ്റെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കിച്ചണിൽ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള വർക്ക് ഏരിയ ഉണ്ട്, ഒരു വാഷ് കൗണ്ടർ ഉണ്ട്. പിന്നെ ഈ ഹാളിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ LED ലൈറ്റിൻ്റെ ഒരു സംവിധാനവും അതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ദർശിക്കാൻ പറ്റും. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഒരു 1.5 അടിയോളം ഡെപ്തിൽ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് അതിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ബബിൾസൊക്കെ നിറച്ച് അത് കാണാനും പറ്റും. ഇങ്ങനെ പൊതുവേ പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയറും പിന്നെ വീടിൻ്റെ ഡിസൈനും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് ഞാൻ ഇതിൽ അവലംബിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ നമുക്ക് പുറമേ ഉള്ള കാഴ്ചകൾ പരിശോധിക്കാം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു തോട്ടത്തിനകത്ത് പണിത ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് പ്രത്യേകിച്ച് വരാനായിട്ട് ഒരു വഴിയുണ്ട്. അതിലെ റോഡ് മുഖാന്തരം ഇറങ്ങി നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അതിൻ്റെ ഒരു സൗകര്യം ചെയ്തിട്ട് ഒരു ചെറിയ ബാൽക്കണി, ഒരു സിറ്റ് ഔട്ട് വടക്കോട്ടും കിഴക്കുന്ന് കയറത്തക്ക രീതിയിലാണ് അതിൻ്റെ വീട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രകൃതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ അത് അറേഞ്ച് ചെയ്ത്, ഈ ഭൂമി എന്ന് പറയുന്നത് കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമിയാണ്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ നാച്ചുറൽ ഇത് വെച്ചുകൊണ്ട് തന്നെ ഒരു സെല്ലാർ പോർഷനായിട്ട് അതിൽ കാണിക്കുകയും ആ സെല്ലാറിൽ തന്നെ കാർ പോർച്ചിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് 3-4 വെഹിക്കിൾ ഇടത്തക്ക രീതിയിലുള്ള ഒരു സെല്ലാറിലാണ് കാർ പോർച്ചിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതുവരെ വെഹിക്കിൾ സ്മൂത്തായിട്ട് പോകത്തക്ക രീതിയിലുള്ള പാത്വേയും കൊടുത്തു. അതേസമയം ഇതിന് താഴോട്ടുള്ള പോർഷൻ വളരെ സ്റ്റീപ്പായിട്ട് കിടന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കോൺക്രീറ്റിൽ ചെയ്ത റീറ്റെയിനിങ് വാളാണ്. ആ റീറ്റെയിനിങ് വാളിൽ ഗ്രൗണ്ട് ലെവല് ചെയ്ത് അതിനകത്ത് ഗ്രാസും ഒക്കെ വെച്ചാണ് അത് ഭംഗിയാക്കിയത്. കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ താഴെ സെല്ലാറിലോട്ട് ഇറങ്ങാനുള്ള ഒരു സ്റ്റെയർ സെപ്പറേറ്റ് ആയിട്ട് അതിൽ കാണാം. അതിൽ നിന്ന് നേരെ സ്റ്റെയറിലേക്ക് പോർഷൻ ഇറങ്ങാം. ആ ഭാഗത്താണ് ഇതിനകത്ത് ഡ്രൈവേഴ്സിനും മറ്റുള്ള ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവർക്കുള്ള ഒരു
റൂമും ഗസ്റ്റ് റൂമും അവിടെ തന്നെ നമ്മൾ പണിത് അതിൻ്റെ വിത്ത് ടോയ്ലറ്റും അവിടെ താഴെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നേരെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വിശാലമായിട്ടൊരു മുറ്റവും അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ട് ഇതിൻ്റെ എലിവേഷനെ പറ്റി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഇത് നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള ശൈലിയല്ല. ആധുനിക മോഡേൺ സ്റ്റൈലെന്നോ ഇത് ഇപ്പോഴത്തെ ഈ കൊളോണിയൽ സ്റ്റൈലെന്നൊക്കെ എങ്ങനെ വേണമെങ്കിൽ അത് എങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു മിക്സാണ്. അപ്പോൾ ഇതിൽ റൂഫ് എന്നുള്ളത് നമുക്ക് ചെയ്തിരിക്കുന്നത് ഷിംഗിൾസാണ്. അത് ഗ്രേ കളറുള്ള ഷിംഗിൾസും അതിനോടനുബന്ധിച്ചുള്ള ഒരു പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്ലാഡിങ് ടൈല്, ഈ പർഗോള പോലുള്ള ആ പ്രൊജക്ഷൻസൊക്കെ ആ കാലഘട്ടത്തിൽ വളരെയധികം പ്രചാരത്തിൽ വന്ന സമയത്ത് ചെയ്ത ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും അതിനകത്ത് സ്വാധീനവും വീടിൻ്റെ എലിവേഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പൊതുവേ പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള എൻ്റെ നിർമ്മാണത്തിൽ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടാണ്. ഈ വീടിൻ്റെ പൊതുവെയുള്ള ഇൻസൈഡും ഔട്ട്സൈഡും അതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞാൻ ചെയ്യുന്ന ഒരു 2017 പൂർത്തിയാക്കിയ ആധുനിക സൗകര്യങ്ങളോടും ആധുനിക രീതിയിലും വാസ്തുവിദ്യ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സ്ഥാനനിർണയം മുതൽ നിർമ്മാണം പൂർത്തിയാക്കി ഞാൻ കൊടുത്ത ഒരു വീടാണ്. ഈ വീടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീട്ടിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.